കുട്ടികൾ അനുഷ്ഠിക്കേണ്ട കുറച്ച് നല്ല ദിനചര്യകളെക്കുറിച്ച് നമുക്ക് നോക്കാം. രാവിലെ തന്നെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുക. അത് 5 മണിക്ക് മുൻപായി എഴുന്നേൽക്കുന്നതാണ് വളരെ നല്ലത്. ഒരിക്കലും 6 മണിക്ക് ശേഷമാകാൻ പാടില്ല. ഉണർന്നാൽ ഉടൻ തന്നെ അവർ കിടക്കയിൽ തന്നെ ഇരുന്ന് ഓം ശ്രീനാരായണ പരമഗുരുവേ എന്ന നമം ഓം ശ്രീനാരായണ പരമഗുരുവേ നമം എന്ന മന്ത്രം 5 പ്രാവശ്യം ജപിക്കണം. ഗുരുവിനെ സ്മരിക്കണം. തുടർന്ന് ഭൂമിയെ തൊട്ട് വന്ദിച്ചിട്ട് വേണം ദിനചര്യകൾ തുടങ്ങാനായിട്ട്. അവർ പല്ല് തേപ്പ് ഒക്കെ തുടങ്ങിയ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിൽ തന്നെ കുളിക്കണം. കുളി കഴിഞ്ഞ് കഴുകിയ വസ്ത്രം തന്നെ ധരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നല്ല ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം കുടിക്കണം. അത് തിളപ്പിച്ചാറിച്ച് വെക്കണം കുടിക്കാൻ. തലേ ദിവസം ശുദ്ധമായ വെള്ളം അങ്ങനെ തയ്യാറാക്കി 2 തുളസിയിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ആരോഗ്യകരമായിട്ടും നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനും നിരന്തരം ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് വഴി നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നമുക്ക് സാധിച്ചു തരും ഭഗവാൻ. അതിനുശേഷം നമുക്ക് ഗുരുദേവ ചിത്രത്തിൻ്റെ മുൻപിലോ അല്ലെ പ്രാർത്ഥനാ മുറിയിലോ എവിടെയാണല്ലോ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അത് ഓം ബ്രഹ്മണി മൂർത്തിമതേ എന്ന് തുടങ്ങുന്ന ഗുരുഷ്ടക ചൊല്ലിയാൽ അത്ര ചെറുതാണെങ്കിൽ പോലും മതിയാകും. അത് ഓരോരുത്തരുടെ സമയം അനുസരിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ അന്നേരമൊക്കെ മനസ്സ് ഏകാഗ്രമാകാനായിട്ട് വളരെ ശ്രദ്ധിക്കണം. ഇനിയും നമുക്ക് കുറച്ച് നമുക്ക് എന്താ പറയുക, മനസ്സെപ്പോഴും ഒരു ശൂന്യത, ഒരു ഏകാഗ്രതയിലോട്ട് പല കാര്യങ്ങളിൽ വ്യാപരിക്കാതെ ഒറ്റ കാര്യത്തിൽ കൊണ്ടുവന്നാലേ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് രാവിലെ നമ്മൾ 5 മിനിറ്റെങ്കിലും ധ്യാനനിരതരായിട്ട് ഇരിക്കണമെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ മെഡിറ്റേഷൻ എന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നത്. ഇപ്പം മിക്ക കുട്ടികളും ഇത് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അത് ഓർമ്മശക്തി, ബുദ്ധിശക്തി എന്നിവയൊക്കെ വർദ്ധിക്കാനാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ധ്യാനത്തിൽ നമ്മൾ നിന്ന് ഉണർന്ന ശേഷം നമുക്ക് അതേ ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രണവമന്ത്രമൊക്കെ ഉച്ചരിക്കാം. അത് പരമാവധി ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് കഴിയുന്നത്ര വലിച്ചെടുത്ത് നമ്മുടെ ദേഹത്തെല്ലാം ആ ശ്വാസം, ഓക്സിജൻ വളരെയധികം ഫലവത്തായതും ഒരു മെഡിസിനുമാണത്. നമ്മുടെ ദേഹത്ത് മുഴുവൻ അത് തട്ടിച്ച് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ അത് മാറും. എന്നിട്ട് വെളിയിലേക്ക് വിടുക. ഏതെങ്കിലും രോഗമുള്ള അവസ്ഥയാണെങ്കിൽ പോലും ആ ഭാഗത്തൊക്കെ ഇത് തട്ടിച്ച് കുറച്ച് നേരം നിർത്തിയിട്ട് അവിടെ ഹീല് ചെയ്യുന്നതായിട്ടും ഭഗവാൻ നമ്മളെ തൊട്ട് തലോടുന്നതായിട്ടും നിങ്ങൾ അങ്ങ് സങ്കല്പിച്ചാൽ മതി. അതൊക്കെ നമ്മുടെ വിശ്വാസം പോലെ അതെല്ലാം നമുക്ക് മാറിത്തരും. അതിനുശേഷം നമ്മൾ അച്ഛനെയും അമ്മയും തൊട്ട് നമസ്കരിക്കണം അവരെ. അല്ലെങ്കിൽ അവരെ നമ്മൾ ഓർത്തുകൊണ്ട് ഭൂമിയിലെങ്കിലും തൊട്ട് തൊഴുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ദൈവം നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ്. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ. ഇതെല്ലാം രാവിലെ എണീറ്റ് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനധികം സമയമൊന്നും വേണ്ട. പിന്നെ നമുക്ക് രാവിലെ തന്നെ നമുക്ക് പഠിക്കുന്ന പാഠങ്ങൾ, തലേന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒരു എളുപ്പ വഴിയുണ്ട്. ഇന്ന് ടീച്ചർ എന്താണോ പഠിപ്പിക്കുന്നത് അതും കൂടെ രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം അത് ടീച്ചർ പഠിപ്പിക്കുമ്പം ഇങ്ങനെ മനസ്സിലാകും. അത് നമ്മൾ ഓരോ വഴിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അടയാളം വെച്ച് പോവുകയല്ലേ. അപ്പോൾ അടയാളം നമുക്ക് ഇങ്ങനെ പിന്നെ പോകുമ്പോൾ ഓർമ്മ കിട്ടും എന്ന് പറഞ്ഞ പോലെ നമുക്ക് വായിക്കുമ്പം ആ പാഠഭാഗങ്ങൾ അന്ന് വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഓർക്കും. അവിടം തൊട്ട് നമുക്ക് അത് ചോർന്നു പോകാതെ പഠിച്ചെടുക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. അതുപോലെ നമുക്ക് പാഠശാലയിലാണേലും സ്കൂളിൽ, കളിസ്ഥലത്ത് എല്ലായിടത്തും നമ്മളെപ്പോഴും വളരെ സ്നേഹത്തോടും വിനയത്തോടും ഒക്കെ കുട്ടികൾ പെരുമാറണം. അപ്പോൾ നമുക്ക് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരമോ പ്രവർത്തനമോ ഒന്നും പാടില്ല. പിന്നെ നമുക്ക് നല്ല കുലീനതയോടും കൂടിയും എളിമയോടും കൂടി നമ്മൾ കുട്ടികൾ നടക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കള്ളം നമ്മളൊരിക്കലും പറയരുത്. കള്ളം പറയുന്ന ശീലം നമ്മൾ ഒഴിവാക്കണം. അതുപോലെ അച്ഛൻ, അമ്മ തുടങ്ങിയവരെയൊക്കെ കാണുമ്പോൾ നമ്മളവിടെ ഇരിക്കുകയാണെങ്കിൽ അവരെ എഴുന്നേറ്റ് നിന്ന് നമ്മളൊരു ഭഗവാൻ ഒരു മന്ദസ്മിതത്തോടെ നമ്മളൊരു ആദരവ് പ്രകടിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മൾ നല്ല വൃത്തിയോടും വെടിപ്പോടുമൊക്കെ ചെയ്യണം. അതുപോലെ നമ്മൾ സ്കൂളുകളിലായാലും ബാലവേദി ക്ലാസ്സുകളിലാണേലും താമസിച്ചെത്തുന്ന ശീലം ഒരിക്കലും നന്നല്ല. നമ്മൾ ആ സമയത്തെത്താനായിട്ട് ശ്രമിക്കണം. അതുപോലെ വളരെ അച്ചടക്കം ഉണ്ടാവണം, നമുക്ക് സമയനിഷ്ഠയുണ്ടാകണം, സത്യസന്ധത ഉണ്ടാകണം, ഒരു ഉത്തരവാദിത്വ ബോധം അല്ലേ, അതൊക്കെ ഉണ്ടാകണം. അപ്പോൾ നമുക്കൊരു സഹകരണ മനോഭാവം
അതുപോലെ പാരോപകാരം ആരെയെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ആർക്കെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കാനായിട്ട് നമ്മളെ കഴിയുന്നത് പോലെ നമ്മൾ ചെയ്തു കൊടുക്കുക. അതുപോലെ ഭക്ഷണ രീതിയിലും ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. മാംസാദികൾ പരമാവധി ഒഴിവാക്കുക. കുട്ടികൾക്കത് പറയുമ്പോൾ വളരെ ഇഷ്ടപ്പെടുകയില്ല. എങ്കിലും നമുക്ക് പഠിച്ച് നല്ലൊരു നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ അതുപോലെ പഞ്ചസാര പോലെയുള്ള കാര്യങ്ങൾ, ഐസ്ക്രീമൊക്കെ ഇല്ലേ, മിഠായി, ബേക്കറി പലഹാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ഇതൊക്കെ ഒന്ന് കുറച്ചെങ്കിലും കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിലെല്ലാം ഉപരിയാണ് നമുക്ക് വിദ്യാഭ്യാസം എന്ന കാര്യം നമ്മൾ ഓർക്കണം. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് കഴിവതും വഴക്ക് പിടിക്കരുതെന്ന് പറഞ്ഞു. സ്കൂൾ വിട്ട് വന്നാൽ നമ്മൾ പിന്നെ കുറച്ചെങ്കിലും സമയം നമ്മൾ കുറച്ച് കളികളിലൊക്കെ ഒന്ന് ഏർപ്പെടാം. ചെടിയൊക്കെ നനയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ വന്നതിന് ശേഷം ഒന്ന് ശുദ്ധജലത്തിൽ കുളിക്കണം. അതിന് ശേഷം നമുക്ക് സന്ധ്യാപ്രാർത്ഥന അത് കുടുംബാംഗങ്ങളുണ്ട് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ചൊല്ലാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ നിർബന്ധമായിട്ടും അതിനകത്ത് പങ്കെടുപ്പിക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം മുതിർന്നവരുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ടി വിയിലെ സീരിയൽ അങ്ങനെയുള്ള സംവാദങ്ങളും അതൊക്കെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ വീട്ടിൽ നിർത്തി വയ്ക്കുക. ഒരു 7:30 വരെയൊക്കെ എങ്കിലും നല്ല നല്ല കാര്യങ്ങൾ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരുടെ കഥകൾ, പാട്ടുകൾ, അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് സമയം എല്ലാം വേണ്ട ജീവിതത്തിൽ നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വലിച്ച് ചിന്തിച്ച് സമയം കളയുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുറേ സമയം ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം നൃത്തം, സംഗീതം, അഭിനയം, കല, നാടകം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ കലകളൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും. അതുപോലെ പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ടും കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പിറ്റേന്ന് ചെയ്യാനുള്ള ഹോംവർക്കുകൾ ഒക്കെ ചെയ്യണം. അവർക്ക് പകർത്ത് എഴുതാൻ കാണും, നോട്ട് എഴുതാൻ കാണും, കണക്ക് ചെയ്യണം. അങ്ങനെയുള്ള പിന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നവർക്കാണ് ചിത്രങ്ങൾ വരയ്ക്കാം. അങ്ങനെയൊക്കെ നമ്മളൊരു 10 മണിക്ക് ശേഷമാകാതെ 10 മണിക്കുള്ളിൽ തന്നെ കുട്ടികളെ കിടത്തി ഉറക്കുക. ആദ്യം പറഞ്ഞു കൊടുത്താൽ മതി, പിന്നെ അവർ ചെയ്തോളും. പിന്നെ അന്ന് നമ്മളാ കിടക്കുന്ന ഓരോ കുട്ടിയായാലും വലിയവരാണെങ്കിൽ പോലും നമ്മളാ കിടക്കുന്ന സമയം കൊണ്ട് നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോന്ന് ചിന്തിക്കുക. ആ കൂടെ നമ്മളെ നല്ല കാര്യങ്ങൾ മാത്രം ഇത്തിരി ഒന്ന് എഴുതി വയ്ക്കുവാണെങ്കിൽ പോലും നല്ലതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രം വന്നു ചേരുകയുള്ളൂ. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കളയുക. അത് ഓർക്കേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞു. നല്ല കാര്യങ്ങൾ വരാനായിട്ട് നല്ല കാര്യങ്ങൾക്ക് മാത്രം എണ്ണം കൂടുതൽ കൊടുക്കുക. അതിനുശേഷം എന്നിട്ടും ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമോ, ശ്രീനാരായണ പരമഗുരുവേ നമ എന്ന് ഒരു 5 തവണ, അല്ലെങ്കിൽ ഉറക്കം വന്നില്ലെങ്കിൽ അത്ര ഒരു 11 തവണയൊക്കെ ആകുമ്പോഴത്തേനും ഉറങ്ങിപ്പോക്കോളും. അപ്പോഴത്തേനും നമ്മൾ ഉറങ്ങും. നമുക്ക് എപ്പോഴും നമ്മുടെ ബെഡ്, ഷീറ്റ്, പുതപ്പ് ഇവയെല്ലാം നമ്മൾ നല്ല വൃത്തിയും വെടുപ്പുള്ളതുമൊക്കെ ആക്കി വെക്കണം. നല്ല പരമാവധി പറ്റുന്നത്ര വേഗം കഴുകാനായിട്ട് ശ്രമിക്കുക. എല്ലാം മടക്കി വയ്ക്കുക. പൊടിയും മണ്ണും മാറാലയൊക്കെ നമ്മുടെ റൂമിൽ ഉറങ്ങുന്ന മുറിയിൽ ഉണ്ടോ എന്ന് ഉറപ്പ്, എല്ലാം വൃത്തിയാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞുള്ള വസ്ത്രങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട്, അല്ലേ, വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടല്ലോ, അതിലോട്ടങ്ങ് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. കിടക്കുന്ന മുറിയിൽ ഒരിക്കലും ഇട്ട വസ്ത്രങ്ങൾ വയ്ക്കരുത്. അതുപോലെ നമ്മുടെ പുസ്തകങ്ങൾ, ബാഗുകൾ, കൂട, ഇതെല്ലാം യഥാസ്ഥാനത്ത് രാവിലെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും വയ്ക്കുക. ഇല്ല രാവിലെ എന്തെന്ന് ചോദിച്ചുകൊണ്ട് ഓടി നടക്കേണ്ടതായിട്ട് വരും. രാവിലെ കുട്ടികൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി തൊഴാം. അത് എന്നും വേണമെന്നില്ല, ഞായറാഴ്ചയെങ്കിലും ആഴ്ച ഒരു ദിവസമെങ്കിലും നമ്മൾ പോയി തൊഴുന്നത് നമുക്ക് വളരെയധികം നല്ലതാണ്. അതൊന്നറിയാമല്ലോ, നമ്മൾ ആ അമ്പലത്തിൻ്റെ പരിസരത്തിലൂടെ മണൽ വിരിച്ച വരിയിലൂടെ കാലിൽ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെയധികം വർദ്ധിക്കും. രോഗങ്ങളൊക്കെ നമ്മളെ മാറ്റി നിൽക്കും. നമുക്ക് നല്ല ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകാനായിട്ട് രാവിലെയുള്ള ക്ഷേത്ര ദർശനം വളരെയധികം നല്ലതാണ്. ഇനി നമ്മുടെ കുടുംബത്തിൽ വരുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ അയൽക്കാരൊക്കെ ആണെങ്കിലും നല്ല സംഭാഷണമൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോൾ അവരെയെല്ലാം നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുകയും അവരോട് വിനയത്തോടു കൂടി സംസാരിക്കാനും എടുക്കാനും ഒക്കെ വീട്ടിലുള്ളവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന വയ്ക്കുമ്പോൾ അവരെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണം. എല്ലാവരോടും കൂടുമ്പോൾ ആണ് കുടുംബത്തിന് ഇമ്പം ഉണ്ടാകുന്നത്.
അതിന് വൈകിട്ടത്തെ ഭക്ഷണമാണെങ്കിലും ഒന്നിച്ചിരുന്ന് കഴിക്കാനായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് നല്ല ഇമ്പമുള്ള കുടുംബം ഉണ്ടാകാനായിട്ട് കുട്ടികളെ അതിൻ്റെ നെടുംതൂണാക്കി മാറ്റാനും അച്ഛനും അമ്മയും ശ്രദ്ധിക്കണം. ഓരോ അമ്മമാരും നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് നമ്മളെ നല്ലതായിട്ട് മക്കളെ വളർത്തുക. നാളേക്കുള്ള മുത്തുകളാണ് ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്ന അമൂല്യമായ ഖനികളാണ്, വിലമതിക്കാനാവാത്ത മുത്താണ് നമ്മുടെ മക്കളെന്ന് എല്ലാ മാതാപിതാക്കളും ഓർക്കുക. ഒപ്പം മക്കൾ അവരുടെ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുകയും കൂടെ ചെയ്യണം.